എല്ലാ ചെടികൾക്കും ഒരേപോലെയാണോ വെള്ളം കൊടുക്കണത്? ആണോ? എന്നാൽ അത് തെറ്റാണ്. നമ്മൾ ചെടി നനയ്ക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളതാണ് തോന്നും. വെറുതെ നിന്ന് അങ്ങോട്ട് വെള്ളം ഒഴിച്ചാൽ മതിയില്ല എന്നാവും മറ്റുള്ളവർക്ക് തോന്നുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ചെടി വയ്ക്കുന്നവന്, അതായത് നമ്മൾ ഒരു പ്ലാന്റ് വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന് വളവും വെള്ളവും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കണം. നമ്മൾ ചെടി വയ്ക്കും, വേറെ ആൾ വെള്ളം നനയ്ക്കും, അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പല ചെടികൾക്കും പല രീതിയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അഡീനിയം പ്ലാന്റ് നമ്മൾ വെച്ച് കൊടുത്തു, വാങ്ങിച്ച് നല്ല വെയിലത്തൊക്കെ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഡെയിലി 2 നേരമൊക്കെ ചിലവർ നനച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ നല്ല വേനൽക്കാലത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല വിചാരിക്കാം. പക്ഷേ അടിയിൽ നിന്ന് ചീച്ചൽ വരുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത. അത് നശിച്ചു പോവും, അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നുമില്ല. അതുപോലെ ബൊഗെയിൻവില്ല അങ്ങനെയുള്ള ചെടികളൊക്കെ എല്ലാ ദിവസവും നനയ്ക്കണം എന്നുണ്ടെങ്കിലും കുറച്ച് മാത്രമേ വെള്ളം കൊടുക്കാവുള്ളൂ. ഓർക്കിഡുകൾ അതുപോലെ പല രീതിയിൽ ചിലതിന് നല്ലോണം വെള്ളം വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കൊച്ചു മക്കളുടെ കയ്യിൽ കൊടുക്കും നനയ്ക്കാനായിട്ട്. അപ്പോൾ ഈ മക്കളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ചട്ടി നിറയെ അങ്ങോട്ട് വെള്ളം നിറച്ചങ്ങോട്ട് അടി കൂടെ ഇങ്ങനെ ഒഴുകി കളയണം. അപ്പോൾ അത് ചുമരുമ്പൊക്കെ ചിലപ്പോൾ മതിലിൻ്റെ മുകളിലൊക്കെ വെക്കുമ്പോൾ ആണെങ്കിൽ അത് ഒഴുകി വെള്ളം ഒരുപാട് ഒഴുകി ചുമര് വൃത്തികേടാവും, ചെടി ചീഞ്ഞു പോവും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ നനയ്ക്കൽ എന്ന് പറയുമ്പോൾ അത് എളുപ്പമാണ്. പക്ഷേ ഓരോ ചെടികൾക്കും ഓരോ രീതിയിലാണ് നനയ്ക്കേണ്ട, അവർക്ക് ആവശ്യമുള്ള വെള്ളം വേണ്ടതെന്ന് വെക്കുന്നവനറിയാം. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ അത് നനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ചെടി കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയതായിട്ട് ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം. ഞാൻ ഡെയിലി അങ്ങനെ ചെയ്യാറുണ്ട്, അതാണ് റൂട്ടീൻ. 1-2 ദിവസം പോയെങ്കിലും 2 ദിവസം കൂടി ആഴ്ചയിൽ ഒരു ചെടി ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ നോക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഗാർഡനിൽ എപ്പോഴും ഇങ്ങനെ ചെടികളുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരുപാട്, അതായത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റാവുന്നൊരു ചെടിയാണ് നമ്മുടെ അഗ്ലോണിമ ഇനത്തിൽപ്പെട്ട ചെടി. അത് ഒരുപാടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ബാക്കിൽ നിറഞ്ഞിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്ത്, ഇത് നല്ലോണം നീണ്ടുപോയി, വല്ലാണ്ട് തണലുള്ള ഭാഗത്താണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് അടി ചേർത്ത് വെട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ വെട്ടി കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആ വെട്ടി കഴിഞ്ഞ ഭാഗമൊക്കെ വീണ്ടും കുറേ തയ്യാക്കി വയ്ക്കാം. ഇതൊക്കെ ചവറൊക്കെ കളഞ്ഞ് വീണ്ടും അത് ഇതേപോലെ തന്നെ ബുഷിയായി വരും.